ഹായ്, എൻ്റെ പേര് വരുൺ ദേവ് എന്നാണ്. ഞാനൊരു അലയൻസ് സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ 2 ഗ്രൂപ്പ് ഇവിടുന്ന് തന്നെ പാസ്സായ കുട്ടിയാണ് വരുൺ. അപ്പോൾ ത്രൂ ഔട്ട് ക്ലാസ്സസ് അലയൻസിൻ്റെ പ്രിപ്പറേഷനും അതേപോലെ രീതി എങ്ങനെയാണ്? ഒരു ഏജ്ഡ് എൻവയോൺമെൻ്റ് അല്ല ഇവിടെ. നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് പഠിക്കാനുള്ളൊരു ഇതുണ്ട്. പിന്നെ ഫാക്കൽറ്റീസ് ആയാലും ഇപ്പോൾ അക്ഷയ് സാറൊക്കെ നമ്മളെ ടെൻഷൻ്റെ ഒരു പീക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ കൂൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ കളിക്കാനൊക്കെ പോകുമ്പോഴായാലും പുള്ളി പറയും അത് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്താൽ നമുക്ക് ഓക്കെ ആവുന്നുള്ളൂ, ആ ടോപ്പിക്ക് വലിയ സീനില്ല എന്ന് പറയും. ഇപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ കൊണ്ട് പറ്റും, ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്താൽ മതി, അത് ഇത്തിരി ഡൗട്ടുള്ള ടോപ്പിക് ആയാലും സെറ്റ് ആവുമെന്നുള്ളൊരു കോൺഫിഡൻസ് വരും. അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റ് മെയ്യിലാണ് പാസ്സായ, സെക്കൻഡ് അറ്റംപ്റ്റ് നവംബറിലും. ആൻഡ് മെയ് അറ്റംപ്റ്റ് എഴുതിയപ്പോഴും നവംബർ അറ്റംപ്റ്റ് എഴുതുമ്പോഴും നമുക്ക് എഴുതി കഴിയുമ്പോൾ ഒരു ഭയങ്കര പേടിയായിരിക്കും. പക്ഷേ റിസൾട്ട് വന്നപ്പം ആ ഹാർഡ് വർക്ക് ചെയ്തതിനുള്ളൊരു ഫലം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഹാപ്പിനെസ് ഉണ്ട്. എനിക്കതാണ് മനസ്സിലായത്, നമ്മളൊരു എഫേർട്ട് ജെന്യൂനായിട്ടൊരു ഓണസ്റ്റ് ആയിട്ടൊരു എഫേർട്ട് ഇട്ടാൽ എന്തായാലും അതിനൊരു റിസൾട്ട് കിട്ടുമെന്ന് എൻ്റെ ഒരു ഇത് വെച്ച് എനിക്ക് തോന്നി. CA പഠിക്കുന്നവരൊക്കെ അലയൻസിൽ വരാനാണെങ്കിൽ മെയിൻ വോയിസിന് കൊടുത്ത ഫാക്കൽറ്റീസ് തന്നെയാണ്. അക്ഷയ് സാർ എല്ലാവർക്കും അറിയാം, ഓൾ ഇന്ത്യ റാങ്ക് 6 ആണ്. മോർ ദാൻ നമുക്ക് അങ്ങനത്തെ ഒരു കനം പുള്ളിയെ പഠിപ്പിക്കുമ്പോൾ തോന്നത്തില്ല. ഒരു ഫണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്ന പോലെയാണ് അക്ഷയ് സാറിൻ്റെ ക്ലാസ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഡൗട്ട് ചോദിക്കുമ്പോഴായാലും ഇവിടെ അത് അങ്ങനെയല്ല, അത് ഞാനിപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന പോലെയാണ് എനിക്ക് പുള്ളിയുടെ അടുത്ത് സാറിൻ്റെ അടുത്ത് തന്നെ തോന്നാറുള്ളത്. അപ്പം അതുപോലെ തന്നെ ഇപ്പം ഷഹീൽ സാറിൻ്റെ അക്കൗണ്ട്സ് ആയാലും സാർ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കും. അഡ്വാൻസ് അക്കൗണ്ട്സ് ഞാൻ അഡ്വാൻസ് അക്കൗണ്ട്സ് ഒക്കെ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ നമുക്ക് AS ഒക്കെ നമുക്കറിയാം. AS ജസ്റ്റ് ഒന്ന് AS തിയറി പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ASൻ്റെ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്നു. അത്രയും വർക്കൗട്ട് ചെയ്യുന്ന സെയിം ആയിരിക്കും റെപ്പറ്റേറ്റീവ് ആയിട്ട് എക്സാമിനിങ് നമുക്ക് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്നത്. അപ്പം ഷഹീൽ സാറിൻ്റെ എന്ന് വെച്ചാൽ ആ ഒരു ക്വസ്റ്റ്യൻ മൊഡ്യൂൾ തന്നെ നമ്മൾ കണ്ടിട്ട് നമുക്ക് സുഖമായിട്ട് എക്സാം ഒക്കെ നൈസായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എന്തായാലും ഡെഫിനറ്റ്ലി അലയൻസ് റെക്കമെൻഡ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. നൈസ്.